1 2 3 4 5 6 7 8 13 14 15 16 17 18 19 20. ഓ, ഇനി ഈ പൈസയേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും ആയിക്കോട്ടെ. അമ്മേ, 10,000 രൂപ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ എപ്പോഴാ വരിക? പോരെ, പിന്നെ എത്രയാ വേണ്ട? 25? എന്താമ്മ 10,000 എങ്ങനെയാ ഉണ്ടാക്കിയത് എനിക്കറിയാം. എനിക്ക് ഡാൻസ് ക്ലാസ്സിന് കൊടുക്കണം. ആ പൈസ എന്റെ കയ്യിലുള്ളൂ. എന്നാ അമ്മ ഒരു കാര്യം ചെയ്. അമ്മ എപ്പോഴാ വരണേ? വൈകുന്നേരാ? ഏട്ടൻ പോയിട്ടില്ല. എന്റെ കാർഡ് ഏട്ടന്റെ കയ്യിലാണുള്ളത്. ഞാനൊരു കാര്യം ചെയ്യാം, അത് വാങ്ങി വെക്കാം. എന്നാ ഒന്ന് വന്നിട്ട് നാളെ പോയാൽ മതി. നാളത്തേക്ക് ഞാൻ രാവിലെ തന്നെ ക്യാഷ് എടുത്ത് തരാം. ആയിക്കോട്ടെ, ശരി. ഒരു ബാഗ് വാങ്ങണം എന്ന് വിചാരിച്ചതുകൊണ്ട് അത് നടക്കും തോന്നുന്നില്ല. ഇനി 15,000 രൂപ ഞാൻ ഏട്ടൻ്റെ നിന്ന് വാങ്ങിക്കൊടുക്കണ്ടേ? ഏട്ടാ, ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. പിന്നെ അതിപ്പോ എവിടെ പോവാനാ? ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും വെച്ചോ? അല്ല, പേഴ്സിലോ പോക്കറ്റിലോ? എന്തായി തെരഞ്ഞോണ്ടിരിക്കുന്നേ? പൈസയാ? ആടാ, ഞാനേ ഇതിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇതേതാ പൈസ? ഇത് വേറെ എവിടുന്ന്? ഈ ഷെൽഫിൽ നിന്ന് ഞാൻ എടുത്താ, പറയാൻ വിട്ടുപോയി. അമ്മ 2-3 ദിവസമായി പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. 10,000 രൂപ കിട്ടി. അത് പോരാന്ന്, 25,000 വേണം. ഞാൻ ആ കാർഡ് തന്നില്ലേ നിങ്ങളുടെ കയ്യില്, അത് തിരിച്ചതാ. ആ കാർഡ് എടുത്ത പൈസയാണ് നിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിപ്പോ ഞാനൊരു 100 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് 10,000 രൂപേന്റെ കണക്ക് ഞാൻ തന്നെ ബോധിപ്പിക്കണ്ടേ? അതുകൊണ്ട് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാഷ് ആയിട്ട് എടുത്ത് കയ്യിൽ വെച്ചതാ. അതിപ്പോ നീ എടുത്തു. ഇനിയിപ്പോ എന്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യും? ഏട്ടൻ്റെ കയ്യിൽ ഇപ്പൊ 1,00,000 രൂപ ഉണ്ടെങ്കിലും ഒരാവശ്യം കൊണ്ട് അത് 5 പൈസ പോലും ഇല്ലാണ്ടാവും. അതുകൊണ്ടല്ലേ പൈസ മുഴുവൻ ഞാൻ വെക്കുന്നത്. പിന്നെ ഗൂഗിൾ പേ ചെയ്യുമ്പോ എന്താണ്, ഏതാണ്, എവിടെയാണ് ചിലവായെന്നൊക്കെ ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇത് നമ്മുടെ പൈസ തന്നെ അല്ലേ. നഷ്ടപ്പെട്ടാലും ആ നഷ്ടം നമുക്ക് തന്നെ അല്ലേ. അതുകൊണ്ടല്ലേ. അമ്മയ്ക്ക് അത്രയും അത്യാവശ്യം ആയതുകൊണ്ടാ ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ആ കാർഡ് ഇതാ, ഞാൻ കുറച്ച് പൈസ എടുക്കാം. ഏട്ടന് വേണ്ടത് ഞാൻ ഏട്ടന്റെ കയ്യിൽ തരാം. ബാക്കിയുള്ള പൈസ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. കാർഡ് എന്തായാലും എന്റെ കയ്യിൽ വെക്കുന്ന സേഫ്. ഇത് കണ്ടോ, ഏട്ടൻ എടുത്തു. ആ പൈസ ഏത് വഴിക്കാണല്ലോ എന്റെ കയ്യിൽ എത്തി, ഏട്ടൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായി. ഇങ്ങനത്തെ ഒരു അൺലക്ക് ഏട്ടനുണ്ട്. അതുകൊണ്ടും കൂടിയാ ഞാനിതൊക്കെ കയ്യിൽ വെക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. കാർഡ് ഞാൻ പേഴ്സിൽ വെച്ചിട്ടുണ്ട്, ആ ടേബിളിലുണ്ട്. ചെന്നെടുത്തോ. എന്തമ്മേ പൈസ? ഇതിൽ മുഴുവൻ ഉണ്ടല്ലോ അല്ലേ? ആ, അമ്മ പറഞ്ഞ പൈസ മുഴുവൻ ഉണ്ട്. വേണേലും എണ്ണി നോക്കിയാനെ വിശ്വാസം അല്ലെങ്കിൽ. നിനക്കെന്താടി തരാനൊരു ഇഷ്ടക്കേട് പോലെ? അത്ര അത്യാവശ്യമുള്ളതുകൊണ്ട് നിനക്ക് പൈസ ചോദിച്ചത്? എനിക്ക് ഇഷ്ടക്കേട് ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ അമ്മയ്ക്ക് അത്ര അത്യാവശ്യമുള്ളത് കൊണ്ട് ചോദിച്ചല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ 10,000 അല്ലേ അമ്മ ആദ്യം ചോദിച്ചു? പിന്നെ എങ്ങനെയാ പെട്ടെന്ന് 25,000ന്റെ ആവശ്യം വന്നത്? ഏട്ടന് പോലും കൊടുക്കാണ്ടാ ഞാൻ ആ പൈസ എടുത്തു വെച്ചത്. ആദ്യം അവൾ എന്നോട് പറഞ്ഞത് 10,000 മതിയെന്നാ. പിന്നെ വിളിച്ച് പറഞ്ഞ് 20,000 വേണമെന്ന്. പിന്നെ 5,000 വീട്ടിലെ ചെലവിന്. പിന്നെ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അവൾ വിളിച്ച് എനിക്ക് അറിയിക്കാൻ പറ്റുമോ? ഇതിപ്പോ കുറച്ചായി 10,000 20,000 പറഞ്ഞ എല്ലാ മാസവും ഇതിന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഞാൻ അമ്മേനോട് പറഞ്ഞു അവളെ ഓസ്ട്രേലിയ അയച്ച് പഠിപ്പിക്കാൻ പറ്റുന്നത് ചെയ്താൽ പോരായിരുന്നോ? ഇവിടെ എന്തോരം ഉണ്ട് BSc നഴ്സിംഗിന്റെ കോഴ്സ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ വിട്ടാ പോരെ. ഇതിപ്പോ ബാക്കിയുള്ളവർക്ക് തലവേദന ആയി നല്ലാണ്ട് വേറെ എന്ത് പറയാനാ? നീ എന്താ കല്യാണം കഴിഞ്ഞപ്പോ എല്ലാം മറന്നു കാണിക്കുന്നത്? നല്ലൊരു പൈസ കൊടുത്ത് നിന്നെ പഠിപ്പിച്ചത്. പിന്നെ അതുമായി തന്നെ നല്ലൊരു പൈസക്കാരനെ വെച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അത് ഇതിനൊക്കെ വേണ്ടിട്ട് തന്നെയാണ്. ഇപ്പൊ അവൾക്ക് പഠിക്കാൻ വേണ്ടി നീ കുറച്ച് പൈസ കൊടുത്താ നിന്റെ തലവേദന ഒഴിഞ്ഞു കിട്ടി. പിന്നെ അവളുടെ കല്യാണത്തിന് വേണ്ട സ്വർണ്ണമൊക്കെ അവൾ തന്നെ ഉണ്ടാക്കുമല്ലോ. പിന്നെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ആകുന്നത് സഹായിച്ചാൽ മതി. അത് കാരണമല്ലേ ഇങ്ങനെ പൈസ പൈസ പറഞ്ഞ് ഞാൻ വരുന്നത്, അല്ലാണ്ട് വെറുതെ വരുവോ? അമ്മ ഇതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇവിടെയും ഒരുപാട് ചെലവുകൾ കൂടി വരിക. ഒന്നാമത് മോന് സ്കൂള് തുറക്കാനായില്ലേ. 2 ലക്ഷമാണ് അവൾ ഡൊണേഷൻ മാത്രം ചോദിക്കുന്നത്. പിന്നെ സ്കൂൾ ഫീസും ബുക്കിന്റെ ഫീസൊക്കെ ആയിട്ട് വേറെ. എനിക്കൊന്നും അറിയില്ല എങ്ങനെ ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഏട്ടനോട് പൈസ പൈസ എന്ന് പറയുമ്പോഴേ അത് എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് പോലെ. പിന്നെ സാരില്ല, അവളുടെ പഠിത്തം കഴിഞ്ഞല്ലോ കഷ്ടപ്പാട്. പിന്നെ കല്യാണ സമയത്ത് അമ്മ പറഞ്ഞ പോലെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ. പിന്നെ കുട്ടിന് സ്കൂൾ ഫീസ് വലിയ കാര്യല്ലേ? ആ 2 ലക്ഷം ഉറുപ്പ്യ. ഇതേ 3 വർഷം കഴിഞ്ഞ് അവളുടെ കോഴ്സ് തീരും. പിന്നെ അതുവരെ നിനക്ക് കെട്ടേണ്ടിയുള്ളൂ. പിന്നെ ഒന്നും തരണ്ടാലോ. അവിടെ തന്നെ അവൾക്കൊരു ജോലി കിട്ടും നല്ലത്. പിന്നെന്ത് പേടിക്കാനുള്ളത്? 3 വർഷം എന്ന് പറഞ്ഞാൽ അങ്ങ് കിടക്കുക. 10,000 20,000 വെച്ച് അമ്മ ഒന്ന് കണക്കൂട്ടി നോക്ക് ഓരോ മാസത്തേക്ക്. അവളെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും ഒക്കെ അടച്ച് സത്യം പറഞ്ഞ മനുഷ്യൻ മടുത്തു. നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട മോളെ.
നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവാണ്ട. ചില പെൺപിള്ളേരെയൊക്കെ നല്ല നല്ല വീട്ടിൽ കെട്ടിച്ചു കൊടുക്കുമ്പോഴാണ് ആ പെൺകുട്ടികളുടെ കുടുംബം നന്നാകുന്നത്. ഇതിപ്പോ നിന്നെ കൊണ്ട് അവളൊന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടോട്ടെ, അത് നിനക്കൊരു സമാധാനമായില്ലേ? അമ്മ പറയുന്ന കേട്ടാ തോന്നും ഈ അനിയത്തിന്റെ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ. കുടുംബത്തിലെ മുഴുവൻ ചെലവ് ഞാനല്ലേ നോക്കുന്നത്. ആകെ പൊട്ടി പൊളിഞ്ഞൊരു ഓടിട്ട വീടായിരുന്നു, അതിപ്പോ 2 നിലയായില്ലേ. പിന്നെ അച്ഛനാണെങ്കിൽ ആകെ പരിചയം കൃഷിപ്പണി ചെയ്തിട്ടാ. എന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ അച്ഛന് വലിയ ബിസിനസ്സുകാരനാവണം, നല്ല പരിചയം ഉണ്ട്. അതില് ചെയ്യുന്ന ബിസിനസ് മുഴുവൻ പൊട്ടി പോവുക. ഇതിനൊക്കെ പൈസ ഞാനല്ലേ എടുത്തു തരുന്നത്. നീ ഇങ്ങനെ തന്നോ 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 എന്ന് പറഞ്ഞിട്ട് എണ്ണി എണ്ണി കണക്ക് പറയണ്ട. നിന്നെ പഠിപ്പിക്കാൻ ഞങ്ങൾ പൈസ എത്രയായി? കല്യാണം കഴിച്ചു കൊടുക്കാൻ പൈസ എത്രയായി? ആകെപ്പാട് നിങ്ങൾ 2 പിള്ളേരല്ലേ ഞങ്ങൾക്കുള്ളൂ. പല ചെക്കന്മാരുണ്ടാ വീട് കെട്ടിത്താ വെറുതെ ചെയ്താ പറയാൻ. പിന്നെ അച്ഛന് ഒരു ബിസിനസ്സിന് അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോ മക്കളെല്ലാം സാധിച്ചു കൊടുക്കണം. പിന്നെ ആരോട് അച്ഛൻ പറയുന്നത്? അതിപ്പോ അച്ഛന് പരിചയമില്ല, പൊട്ടിപ്പോ. ഇനി മോള് കുറച്ച് പൈസ കൊടുത്ത് അച്ഛൻ മാറ്റി മാറ്റി ചെയ്ത് നോക്കുമ്പോ അച്ഛന്റെ ബിസിനസ് അങ്ങ് നന്നാകും. അച്ഛൻ ബിസിനസ് നന്നായാലോ ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് 2 ആൾക്കല്ലേ, വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? അമ്മ വീട്ടിലേക്ക് എത്ര തന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ കുറെ പൈസയൊക്കെ ഞാൻ ഏട്ടനെ അറിയാണ്ടാ തരുന്നത്. പിന്നെ ഇപ്പൊ അമ്മ ചോദിക്കണ 10ഉം 20ഉം ഒക്കെ ഏട്ടനോട് പറഞ്ഞിട്ടും ഇതെല്ലാം കൂടി ആവുമ്പോ ലാസ്റ്റ് കണക്കങ്ങോട്ട് ചോദിച്ചാ ഞാൻ എന്ത് പറയുന്നത് വിചാരിച്ചിട്ടാ. ഇപ്പൊ ഓരോന്നോരോന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പാടെ എനിക്കല്ലേ അറിയും. നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഈ പൈസ തരുമ്പോഴൊക്കെ നിന്റെ ഭർത്താവിനെ ബോധിപ്പിക്കേ? നീ അവന്റെ ഭാര്യയല്ലേ? ഒരു കാര്യം ചെയ്യുന്ന നീ അവന്റെ കയ്യിൽ എന്തൊക്കെ ATM കാർഡുണ്ടോ മുഴുവനും വാങ്ങി നിന്റെ അലമാരി വെച്ച് കൂട്ട്. പിന്നെ അവരെന്തിന് പൈസ വേണം പൈസ അങ്ങ് എടുത്ത് കൊടുക്ക്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്ക്. ഇനിയിപ്പൊ അഥവാ നിന്റെ അനിയത്തിന്റെ കോളേജ് ഫീസ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ അങ്ങ് ലോട്ടറി അടിച്ചെന്ന് പറയും. അത് ഞങ്ങൾ മാസം മാസം അവൾക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെലപ്പോ എന്തൊക്കെ കഴിയണമെന്ന് പറഞ്ഞാൽ പോരെ. ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. അമ്മ പൈസ ഭദ്രമായിട്ട് വെക്കും. അതൊക്കെ ഞാൻ വെക്കാം. എത്ര പൈസ ഇവിടെ വാങ്ങിയിട്ട് പോയിരിക്കുന്നത്, 1 രൂപ നഷ്ടപ്പെടാണ്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെന്താ? ചായ എടുക്കട്ടെ അമ്മേ? എനിക്ക് ചായ വേണ്ട, ചൂടല്ലേ. ആനാറുണ്ടോ ഇവിടെ? ഉണ്ട്. എന്നപ്പം വലിയൊരു കപ്പിന് ജ്യൂസ് അടിച്ചങ്ങ് എടുത്തോ. അമ്മ എടുക്ക. വാ വാ. എന്തടാ പണി കാണിച്ചത്? ദിനുവേട്ടാ, നിങ്ങൾ എന്ത് ചെയ്താ 2000 രൂപ ട്രാൻസ്ഫർ ആയിരിക്കുന്ന? എടാ അതെ, ഞാൻ മോന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാ. അവൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ കൊടുക്ക, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഒരു വാച്ച്. അയ്യോ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ വാങ്ങാൻ പോയത്? എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോ എന്നോട് കൂടി ചോദിക്കണ്ടേ? ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പുറത്ത് നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുറച്ച് ദൂരത്ത് കൂടുതലാ. ദൂർത്തോ? എന്ത് ദൂർത്ത്? നീ ഇപ്പൊ ഓൺലൈനിൽ വാങ്ങിയാൽ എനിക്കറിയില്ലല്ലോ. അത് ഓർഡർ ചെയ്തിട്ടല്ലോ, അത് ക്യാൻസൽ ചെയ്തേക്ക്. ഇത് വേണേടാ. ഇതാ പറയുന്നത്, നിങ്ങൾ ഒന്നും അറിയാണ്ട് ഓരോ നിങ്ങൾ ചെയ്യും. ഓൺലൈനിൽ നല്ല വില കുറവാ, അത് ഞാൻ ബെസ്റ്റാ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പൊ വാങ്ങി പോയില്ലേ, ഞാനത് ക്യാൻസൽ ചെയ്യാം. അതെ, കുട്ടികളുടെ കാര്യങ്ങൾ ഓർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. അവർക്ക് എന്ത് വേണം ഏത് വേണം എന്നൊക്കെ ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. ഞാൻ അവരെ അച്ഛനല്ലേ, കുട്ടികളുടെ കാര്യം നീ മാത്രം തന്നെ നോക്കുന്നു. എനിക്ക് നോക്കിക്കൂടാ അവരുടെ കാര്യങ്ങള്. ഏട്ടന് വിഷമായോ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്നാമത് അമ്മമാർക്കാണല്ലോ മക്കളെ കാര്യങ്ങള് അച്ഛന്മാരെക്കാളും കൂടുതൽ നന്നായിട്ട് അറിയുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ, അപ്പൊ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളും പ്രശ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എന്നോടല്ലേ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഏട്ടൻ പിന്നെ രാവിലെ പോവും, വൈകുന്നേരം വരും. കുറച്ച് സമയമല്ലേ ഉള്ളൂ മക്കളുടെ അടുത്ത്, അതുകൊണ്ട് പറഞ്ഞതാ. ഇത് തന്നെ നോക്കിയേ, ഈ വാച്ച് ഒന്നും അവന് ഇഷ്ടപ്പെടില്ല. ഈ ട്രെൻഡൊക്കെ മാറി. അവൻ ഏതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അതാണ് ഞാനും അവനും കൂടി ഒരുമിച്ച് ചൂസ് ചെയ്തത്. അതുപോലെ ബാഗും കൊടയും ഒക്കെ അവന് ഇഷ്ടമുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിപ്പോ സാരല്ല, ഞാൻ പറയാം അച്ഛൻ ഇതാണ് മോനെ ഇഷ്ടം, അതുകൊണ്ടാണ് അച്ഛൻ വാങ്ങിയതെന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല, അവനെടുത്തോളും. ഞാൻ പറഞ്ഞവന് മനസ്സിലാവും. ഞാൻ നിന്നോട് കുറച്ചു ദിവസമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം. നമ്മുടെ മക്കളെ അച്ഛനോട് കൂടുതൽ അടുക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമോ? എനിക്കെന്ത് വിഷമം? അല്ല, നിനക്കെന്തോ ഒരു പേടിയുള്ളത് പോലെ. അപ്പൊ ഞാൻ എന്തെങ്കിലും കുട്ടിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിലോ അപ്പൊ നീ അവിടെ എത്തുമല്ലോ. അയ്യോ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനെ. അയ്യേ, നിങ്ങൾ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? നിങ്ങൾ എന്ത് വേണേലും വാങ്ങിക്കൊടുത്ത് ചെയ്തു കൊടുത്തോ, പക്ഷെ പിള്ളേരെ വഷളാക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. സാധാരണ അച്ഛന്മാര് ലാളിച്ച് വഷളാക്കും, അമ്മമാര് കുറച്ച് കൺട്രോൾ ചെയ്ത് അവരെ ഡിസിപ്ലിൻഡ് ആക്കും. ആ ഒരു വ്യത്യാസം അത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അതെ, നിങ്ങൾ എന്ത് വേണം ചെയ്താൽ അതൊന്നും എനിക്ക് വിഷയമല്ല. ഇനി പൈസ എടുക്കുമ്പോഴേ എന്നോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് എടുക്കണം. സത്യം പറഞ്ഞാൽ ഈ 2000 കാണാണ്ടായപ്പോ ഞാൻ 10,000 ടെൻഷൻ അടിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്.
അച്ഛന്റെ ഫോണേ വെള്ളത്തിൽ വീണു മോളെ. അങ്ങനെ പൊട്ടിപ്പോയതാ. ആ ചെക്കന്മാരെടുത്ത് കൊടുത്ത് നന്നാക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. എല്ലാം ഇപ്പൊ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുവോ? ഞാൻ ഫോണില്ലാണ്ട് എന്തായാലും പറ്റൂല. എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് വാങ്ങിത്താ മോളെ. എന്നാ പിന്നെ അമ്മേന്റെ ഫോൺ കൊടുത്തുവിട് തൽക്കാലം. അമ്മയ്ക്ക് ആ നല്ല ഫോണിലെ വാങ്ങി തന്നെ. നീ എന്ത് വിവരക്കേടാ പറയുന്നത്? അച്ഛൻ ഇത്രയും വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തേ ഈ ചെറിയൊരു ഫോണും കൊണ്ടാണോ? ചെറിയ ഫോണല്ല, ഫോൺ എത്ര നീട്ടുകൊണ്ടെന്നേ ഉള്ളൂ. അതിന് എന്ത് വില തന്നെയുണ്ട്? അതുകൊണ്ടാണോ ആൾക്കാരുടെ മുൻപിലൊക്കെ സംസാരിക്കുന്നത്? 10-18,000 രൂപയുണ്ട്, വെറുതെ കിട്ടിയതല്ല. അത് 18,000 ഒരു പൈസയാണോ മോളെ നിനക്ക്? ഇന്ന് ആൾക്കാർ 50,000, 1 ലക്ഷം, 2 ലക്ഷം, 1.5 ലക്ഷം കൊടുത്ത ഫോൺ വാങ്ങിക്കുന്നത്. 18,000 പാട്ട ഫോണും കൊണ്ട് എനിക്ക് തന്നെ കുറവാ. ബസ്സിലൊക്കെ വരുമ്പോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞ് എടുക്കേ. ഞാനങ്ങനെ മറിച്ചിട്ടൊക്കെയാണ് ഹലോ ഹലോ എന്നൊക്കെ പറയുന്നത്. പിന്നെയല്ലേ അച്ഛൻ എടുക്കുന്നത്. വെറുതെ കിട്ടുമ്പോഴില്ലേ എത്ര വലിയ പൈസയും ചെറിയ പൈസയായിട്ട് തോന്നും. ഞാനും 50,000-ന് 1 ലക്ഷത്തിനൊന്നും ഉപയോഗിക്കുന്നത് സാധാരണ ഫോണാ. എനിക്കൊന്നും ഒരു കുറവും തോന്നിയില്ല ആരുടെ മുമ്പിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓ, ഇതാണ് ഇപ്പൊ കണക്കായത്. ഞാൻ നല്ലൊരാളുടെ അടുത്തല്ലേ കാര്യങ്ങൾ പറയുന്നത്. നിനക്ക് ഏത് കാലത്താ ജീവിക്കുന്നത്? നമ്മളുടെ അയ്യപ്പോ ഏത് നേരം പോസ്റ്റിൽ കയറിയിരിക്കുന്ന അജിത്തില്ലേ, അജിത്ത്, അത് ഏത് നേരം നോക്കിയാൽ ഈ പെണ്ണുങ്ങളെ ആരാ വീടിന് പറഞ്ഞ് നോക്കിയിരിക്കണ ചെക്കൻ്റെ കയ്യിൽ ഐഫോണ്. പിന്നെ ഈ മല്ലിക്കില്ലേ പണി കിട്ടിയത് എന്താ 6,000-8,000 ശമ്പളം ഉള്ളത്ര. അവളും വാങ്ങിക്കുന്നു 1.25 ലക്ഷത്തിന്റെ ഫോണ്. പിന്നെ നീ ഈ പാട്ട ഫോണും കൊണ്ടിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫോണങ്ങ് ഞങ്ങൾക്ക് അച്ഛന് കൊടുക്ക്. അല്ലിപ്പോ എന്റെ താത് നീ നല്ലൊരു ഫോൺ വാങ്ങിക്കും. നിന്റെ ഭർത്താവിനെ നല്ല ശമ്പളമുള്ള ജോലിയില്ലേ? അപ്പൊ നീയൊക്കെ എങ്ങനെ നടക്കണം? ഞാൻ അവിടുത്തെ ആൾക്കാരുടെ എന്താ പറഞ്ഞിട്ടറിയോ? എന്റെ മോൾ ഹൈ സ്റ്റാൻഡേർഡിൽ നടക്കുന്നത്, കയ്യിലൊക്കെ കാണണം ഓരോ ഫോൺ എന്നൊക്കെ. നീ ഈ ഫോണും കൊണ്ടേ വീട്ടിലേക്ക് വന്നിട്ട് ആൾക്കാരുടെ ഫോൺ ചെയ്തിട്ട് ഹലോ ഹലോ പറയണേ എനിക്ക് നാണക്കേടാ. ആ സമയത്ത് ഇതിപ്പോ അച്ഛന്റെ കയ്യിലാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. അച്ഛൻ ഇത്ര പ്രായമൊക്കെ ആയില്ലേ. ഇത് വരുമാനവും ശമ്പളവും കോടീശ്വരിയായിട്ട് അങ്ങ് ഇരിക്കുന്ന സമയത്ത് 30,000 ഫോണും കൊണ്ട് നടക്കുന്നു. കഷ്ടം. നീക്ക് എന്നാ വിവരം വെക്കുന്നത്? പിള്ളേരൊക്കെ നടക്കുന്നത് കാണണം. ഈ ഫോൺ വാങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ലമ്മേ, 3-4 മാസമായിട്ടുള്ളൂ. അതേപോലെ ഞാൻ ഏട്ടനോട് പറയാം പുതിയതൊന്ന് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്. വാങ്ങിട്ട് തന്നാ പോരെ? ഇതിന്റെ സിമ്മൊക്കെ ഒന്ന് അഴിച്ചു മാറ്റണം. നോക്കട്ടെ ഇത് അച്ഛൻ ഇഷ്ടപ്പെടും എന്നുള്ളത്. ആ, വലിയ കുഴപ്പമില്ല വിചാരിക്കുന്നു. എടുക്കായിരിക്കും അച്ഛൻ. ഇത് പിന്നെ ഫോണാമ്മേത്. ആ, തൽക്കാലം ഇരിക്കട്ടെ, പിന്നെ നല്ലത് വാങ്ങി തന്നാ മതി പൈസ ഉണ്ടാകുമ്പോ. നീ ഒരു കാര്യം ചെയ്, ഫോണ് വാങ്ങുന്ന വിവരം നിന്റെ ഭർത്താവിനോട് തൽക്കാലം പറയണ്ട. നീ വാങ്ങിയ ശേഷം അറിഞ്ഞാൽ മതി. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും തട്ടിമുട്ടി അങ്ങനെ പറയാലോ അങ്ങോട്ടേക്ക്. ഇന്ന കാരണം കൊണ്ടാ വാങ്ങിയെന്നുള്ളത്. അച്ഛന് ഫോണ് കൊടുത്തു പറയണ്ട. ഫോണ് വെള്ളത്തിൽ വീണ് കേട് വന്നു പോയി പറയും. അല്ലെ പിള്ളേരെടുത്ത് അപ്പുറത്ത് പറമ്പിലേക്ക് വെറിഞ്ഞു പറയും. കഴിഞ്ഞില്ലേ? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കള്ളത്തരം പറയണം ജീവിക്കണമെങ്കിൽ. പൈസ വാങ്ങി എടുക്കണം ഇങ്ങനെയൊക്കെ പറയണം ഭർത്താക്കന്മാരിന്റെ അടുത്ത്. സ്വന്തം കുടുംബക്കാരൻ രക്ഷപ്പെടുത്തേണ്ടതേ പെമ്മക്കളുടെ കടമയാ. തരണേ ഫോണ്. അച്ഛൻ്റെ അടുത്ത് പറയും. തരാം അമ്മ. ഇതൊക്കെ എത്ര എണ്ണ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു? ഇതൊക്കെ 1-2 പോരെ. 2, 3, ഇനിയും വേറെ 7 എണ്ണം. ഇതിനൊക്കെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും 10-300 340 രൂപ. എത്ര രൂപയാ കൊണ്ടേ കളയുന്ന ഒരു കാര്യമില്ലാണ്ട്. അതെ, ഒരു സർപ്രൈസ് ഉണ്ട്, നോക്ക്. സർപ്രൈസോ? ഐഫോൺ? ഇതാരൻ്റെ? ആർക്ക് വേണമെങ്കിലും എടുക്കാം. വേണം ഏട്ടൻ എടുത്തോ. പിന്നെ 1-1.5 ലക്ഷം രൂപേന്റെ ഐഫോൺ എടുത്ത് നടക്കല്ലേ? അല്ലെ തന്നെ ഇഷ്ടം പോലെ പ്രാരാബ്ദങ്ങളുണ്ട് എനിക്ക്. അല്ലാതെ ആരുമായി തന്ന? എനിക്കറിയാം ഏട്ടൻ ഇങ്ങനെ തന്നെ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാതെ വാങ്ങിയേ. അച്ഛന്റെ ഫോണ് വെള്ളത്തിൽ വീണോന്ന്, ഇത് കംപ്ലൈന്റ് ആയി നമ്മ എന്ന് പറഞ്ഞപ്പോ എനിക്ക് നല്ല വിഷമമായി. അപ്പൊ പിന്നെ എന്റെ ഫോൺ ഞാൻ അച്ഛന് കൊടുത്തു. അച്ഛനിപ്പോ ബിസിനസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതല്ലേ. പഴയ ഫോൺ കൊണ്ട് പോകുന്നില്ലെങ്കിലും മോശമൊക്കെ തന്നെയാ. അപ്പൊ എന്റെ ഫോണാണെങ്കിൽ കുഴപ്പമില്ല എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഇപ്പൊ എല്ലാരും വാങ്ങുന്നല്ലേ ഐഫോണൊക്കെ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് വാങ്ങി. അല്ലാണ്ട് ഇത് ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് തരുമോ? നീയോ? 3-4 മാസം മുമ്പല്ലേ നീ 10-40,000 രൂപ കൊടുത്തൊരു ഫോൺ വാങ്ങിയത്? പിന്നെ ഇത്രയും വിലയുള്ള ഫോൺ ഇപ്പൊ വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിനുള്ള പരിപാടി അത്? എന്തിനുള്ള പരിപാടി? വെറുതെ അല്ല എന്റെ വീട്ടിൽ എല്ലാരും പറയണേ നിങ്ങളൊരു പഴഞ്ചനാണെന്ന്. 2 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഒരു ഐഫോൺ എടുക്കും മോളെ, അതാ ഒരു അന്തസ്സെന്ന് എന്റെ അമ്മ പറഞ്ഞത്. വീട്ടിലെല്ലാരും പറയുന്നുണ്ട് ഞാൻ മറ്റേ ഫോൺ കൊണ്ടുവന്ന് അവർക്ക് വരെ നാണക്കേടാന്ന്. നാട് മുഴുവൻ ഇപ്പൊ ഐഫോണിലാ, പച്ചയും മഞ്ഞയും ചുവപ്പും ഓറഞ്ചും ഒക്കെ ആയിട്ട്. എന്റെ കയ്യിൽ മാത്രം ഒരു തുക്കടാച്ചി കറുപ്പ് ഫോണ്, അതും ഏതോ ഒരു കമ്പനീന്റെ. എനിക്കിത് മതി, നിങ്ങൾക്ക് വേണ്ടേലും വേണ്ട. ഇതിന്റെ പേരിൽ നിങ്ങൾ വലിയ പ്രാരാബ്ദത്തിന്റെ കണക്ക് എന്നോട് പറയാൻ നിൽക്കണ്ട.
ഈ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാനേ എത്ര കഷ്ടപ്പെടണമെന്ന് അറിയോ? മനുഷ്യൻ ഇവിടെ രാവും പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ പൈസ ഇവിടെ ഉണ്ടാകുന്നത്. നിനക്ക് പൈസ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും അങ്ങോട്ട് ചെലവാക്കി തീർക്കണം. ഇപ്പൊ ബൈപ്പാസ് വന്നതിന് ശേഷമേ ഒരു കച്ചവടം നടക്കുന്നില്ല. അതുകൊണ്ട് ഷോപ്പ് മാറ്റാൻ പോകും അവിടുന്ന് വേറെ സ്ഥലത്തേക്ക്. അവിടെ ഇപ്പൊ അഡ്വാൻസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ മെഷീൻ കേടായി കിടക്കുക. അതെങ്ങനെ നന്നാക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് ഇവിടെ നടക്കുക. അതിന് ഒരു 3-4 ലക്ഷം രൂപ. അതിൻ്റെ ഇടയ്ക്കാണ് 1.5 ലക്ഷം രൂപേന്റെ ഫോണുമായിട്ട് എല്ലാവരും ചോറ് കഴിച്ചില്ലെങ്കിൽ ഐഫോൺ വേണമെന്ന്. അമ്മയ്ക്കും മക്കൾക്ക് ഇഷ്ടംപോലെ പൈസ ഇവിടുന്ന് കിട്ടുന്നില്ലേ? അധ്വാനിക്കുന്നോട് ഞാനുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ തോന്നും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഭരിക്കാൻ നോക്കുന്നത്. അതെ, ഞാൻ ഇവിടെ വെറുതെ ഇരുന്നിട്ട് നിങ്ങളുടെ പൈസ വാങ്ങി എടുക്കാന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്കും ചെയ്യുന്നുണ്ട്. മക്കളെ നോക്കല് വെറുതെ ആകുമോ? കുട്ടികളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നില്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? പിന്നെ എന്റെ വീട്ടുകാർക്ക് പൈസ കൊടുക്കുന്നില്ല. അതിന് തക്കതായ കാരണമുണ്ട്. മക്കള് ചെറുതായിരുന്നപ്പോഴും എന്റെ പ്രസവ സമയത്തൊക്കെ അവരല്ലേ നോക്കാണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? പിന്നെ അവരെ സഹായിച്ചില്ല എന്താ? എന്നെ പോലെ തന്നെയാണ് എന്റെ അനിയത്തിയും. അവളെ ഒരു കര പറ്റിക്കേണ്ടത് എനിക്ക് ആവശ്യമാണ്. അതിനിപ്പോ നിങ്ങൾ ദൂർത്തടിച്ചിട്ടൊന്നുമല്ല. ഞാൻ അതിന് മാത്രം ജോലി ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അതിനുള്ള കൂലിയായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ നീ അതിന്റെ പേരിലാണോ എന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ വാങ്ങിയെടുത്ത്? നീ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എനിക്കറിയാം. ആ ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഇതുവരെ നീ എന്ത് ചെയ്താലും ഒന്നും മിണ്ടാണ്ട് ക്ഷമിച്ചു നിന്നത്. നാളെ മറ്റന്നാളെ ആ പഴയ കടയും കൂടെ ഒഴിഞ്ഞു കൊടുക്കണം. എന്നിട്ട് പുതിയ തുടങ്ങാൻ അതിന് ആ കൂടെ കുറച്ച് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. അതിനുള്ള പൈസ ഞാൻ എവിടെ നിന്നുണ്ടാക്കുന്ന അറിയാണ്ട് ഓടി നടക്കുക. ഇനിയിപ്പോൾ നമ്മുടെ സ്ഥലം വിൽക്കണം അന്ന് തുടങ്ങാൻ. അത് മാത്രം മതിയോ? ഈ മെഷീൻ നാശമായിട്ടുണ്ട്, അതിന് വരില്ല ലക്ഷങ്ങൾ. നീ ഇപ്പോൾ ഈ ഫോണിന് വേണ്ടി കളഞ്ഞ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് മതി, അതെങ്കിലും നന്നാക്കായിരുന്നു. ഇതൊക്കെ പലവട്ടം ഞാൻ പറഞ്ഞല്ലോ ഇതിനോട്. എന്നിട്ട് ഇത് എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചോ? അച്ഛൻ്റെ ഫോൺ വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫോണും കൊടുത്ത് ലക്ഷങ്ങളുടെ ഫോൺ വേറെ വാങ്ങിയിരിക്കുന്നു. പോരാതിന് അനിയത്തിക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കുക. അമ്മ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ, പൈസ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനും ഓരോ കാരണം പറഞ്ഞിട്ട് ഇല്ലാതെ പൈസ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ പൈസയെന്ന് എനിക്ക് വേണ്ടി ഒരു 10 രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നീ 100 ക്വസ്റ്റ്യൻ വരുമല്ലോ. എന്തിന് ചെലവാക്കി, ഏതിന് ചെലവാക്കി, എന്തിനാണ് അതിന്റെ ആവശ്യം? ഞാൻ നിന്നെ ബോധിപ്പിക്കണം അല്ലേ? എന്റെ കണക്കുകളൊക്കെ. എടി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ 10 വർഷമായില്ലേ? ഈ 10 വർഷവും നിനക്ക് എന്നോട് എന്തായാലും സംസാരിക്കേണ്ടായിരുന്നു അറിയോ? പൈസേന്റെ കണക്കുകൾ മാത്രം. നിന്റെ അച്ഛനും കൊടുക്കാനുള്ള പൈസ, അമ്മയ്ക്ക് കൊടുക്കാനുള്ള പൈസ, നിന്റെ വീട് കെട്ടാനുള്ള പൈസ, പിന്നെ നിന്റെ അനിയത്തിനെ പഠിപ്പിക്കാനുള്ള പൈസ, പോരാതിന് വേറെ കുറെ സാധനം വാങ്ങിയതിന്റെ ആ കണക്കുകൾ. അല്ലാണ്ട് ഞാൻ ഭർത്താവാണെന്നുള്ള ചിന്തയിൽ എന്തെങ്കിലും ഒരു ദിവസം നീ സ്നേഹത്തോടൊരു വാക്കിനോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മളെ മക്കളെ കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ച് ക്ഷമിച്ചു നിന്നത്. അപ്പൊ നീ മക്കളെയും കൂടെ എൻ്റെ അടുത്ത് അകറ്റാൻ നിർത്തുക. അച്ഛന് മക്കളെ കാര്യങ്ങൾ അറിയില്ല, ഒന്നും മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ അറിയില്ല, മക്കളെ സ്നേഹിക്കാൻ അറിയില്ല, മക്കൾക്ക് എന്ത് വേണമെന്ന് അച്ഛൻ അറിയില്ല. ഇതൊക്കെയല്ലേ നീ ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത്? നിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ നിന്റെ വീട്ടിൽ ഒന്നുമില്ലാതെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചു. എന്താണെന്നറിയോ? നിങ്ങൾക്കൊക്കെ എന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പിന്നല്ലേ മനസ്സിലായത് നിങ്ങൾക്കൊക്കെ എൻ്റെ പൈസ സ്നേഹിക്കാൻ മാത്രമുള്ള കഴിവുള്ളൂ. നിന്നോട് നിന്റെ വീട്ടിൽ പൈസ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. നീ നിന്റെ അച്ഛന് ബിസിനസ് തുടങ്ങാനും അനിയത്തിക്ക് പഠിക്കാനും അമ്മയ്ക്ക് 10-20 വീടുണ്ടാക്കാനും നീ പൈസ ഉണ്ടാക്കി കൊടുക്ക്. പക്ഷേ ഭർത്താവിന്റെ പൈസ ഇങ്ങനെ ഇരന്നുണ്ടാക്കിയിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. തന്നെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് കൊണ്ടേ കൊടുക്കും. എന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഓഫീസിൽ നിനക്ക് പറ്റുന്ന പോലെ പറ്റുന്ന സമയത്തൊന്ന് ചെന്നിരിക്കും, നമുക്ക് 2-3 സ്റ്റാഫിനെ ഒഴിവാക്കാം, സാലറി സേവ് ചെയ്യാം അവരുടെ. അപ്പം നീ എന്നോട് എന്താ പറഞ്ഞ്? സ്വന്തം കമ്പനിയിൽ നിനക്കൊരു ജോലിക്കാരിയായിട്ട് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ വീട്ടിൽ മുതലാളിയായിട്ടിരുന്നോളാം. എന്തായാലും ഇപ്പം നീ നിന്റെ ഫോൺ അച്ഛന് കൊടുത്തില്ലേ, അതിന് തിരിച്ചു വാങ്ങാൻ നിൽക്കണ്ട. വാങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് തന്നെ നാണം കേട്ടു. അതുകൊണ്ടേ കുറച്ച് കാലത്തേക്ക് നീ ഫോൺ ഉപയോഗിക്കണ്ട. പിന്നെതാ ഈ ഫോൺ ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിലേ എന്തെങ്കിലും കുറച്ചൊക്കെ വരുമാനം ആദ്യം ഉണ്ടാക്കുക. അതിനുശേഷം ഞാനിത് തരാം. അതുവരെ ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. പിന്നെ നീ എന്നോട് പറഞ്ഞില്ലേ നമ്മുടെ മക്കളെ നോക്കുന്നതിൻ്റെ കൂലിയാണ് നീ എടുത്തോണ്ടിരുന്നതെന്ന്. ഇനി നിനക്ക് ഞാൻ ആ കൂലി തരുന്നില്ല. മക്കളെ നീ നോക്കണ്ട, മക്കളെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ചെലവിനുള്ള പൈസ എന്താന്ന് പറഞ്ഞാൽ അത് മാത്രം നിന്റെ അക്കൗണ്ടിലേക്ക് ഇനി മാസം മാസം വരും.